ആരാ അങ്ങനെ ചോദ്യം ചോദിച്ചു? പാസ്റ്റേഴ്സ് പറഞ്ഞേ. എലീശ ചോദിച്ചതാണ്. ആരോട്? വിധവയായ സ്ത്രീയോട്. ആ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്താ ഉത്തരം പറയുക? നിന്റെ വീട്ടിൽ നിനക്കെന്തുണ്ട്? പെങ്ങളുടെ 1 സെൻറ്റ് സ്ഥലം എൻ്റെ കയ്യിലുണ്ട്, ആങ്ങളുടെ 1 സെൻറ്റ് സ്ഥലം എൻ്റെ കയ്യിലുണ്ട്, അളിയനെ കളിപ്പിച്ച് ഞാൻ അടിച്ചു മാറ്റിയത് എൻ്റെ കയ്യിലുണ്ട്. നിന്റെ വീട്ടിൽ നിനക്കെന്തുണ്ടെന്ന ചോദ്യം നമ്മുടെ മനസാക്ഷിക്ക് നേരെയുള്ള വെല്ലുവിളിയായി നമ്മൾ ഏറ്റെടുക്കണം. ആ ചോദ്യത്തിന് തൻ്റെ ഇടത്തോടെ പറയണം, എനിക്കുള്ളത് എൻ്റെ കയ്യിലുള്ളൂ, വേറെ ആരുടെയും എൻ്റെ കയ്യിലില്ല, എൻ്റെ കർത്താവ് എനിക്ക് നൽകിയത് മാത്രം. എൻ്റെ പറമ്പിലെ ഒരു മരം പോലും വേറെ എങ്ങോട്ട് പോകേണ്ടതല്ല, അതിനകത്ത് ഞാൻ നട്ടു വളർത്തിയത്, അല്ലെങ്കിൽ എൻ്റെ പിതാവ് എനിക്ക് തന്നതെന്ന് പറയാൻ നമുക്ക് കഴിയണം. കൃത്രിമത്വം ഉപയോഗിച്ച് ഞാൻ അടിച്ചു മാറ്റിയതല്ല എന്ന് പറയാൻ കഴിയണം. ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ശമ്പളമല്ലാതെ 1 രൂപ പോലും ഒരു മനുഷ്യനും നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിനും കിമ്പളമായി വാങ്ങരുത്. മനസ്സിലായില്ലേ? ശമ്പളത്തെ തൊടാതെ അനധികൃത സമ്പാദനം കൊണ്ട് ഉപജീവിക്കാൻ കഴിയുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നറിയോ? എന്തെങ്കിലും കാശ് കൊടുക്കാതെ ഒരു കുഞ്ഞു പേപ്പർ പോലും ഓഫീസിൽ നിന്ന് ലഭിക്കപ്പെടത്തില്ലെന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ഇപ്പം. ഓൺലൈൻ ഉണ്ടെങ്കിലും ഞാൻ തുറന്നു പറയുകയാണ്. എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം ഓഫീസ്, കാണേണ്ടതുപോലെ കണ്ടാൽ ഓക്കെയാണ്, കാണേണ്ടതുപോലെ കണ്ടാൽ. അങ്ങനെ വാങ്ങുന്നത്, അതുകൊണ്ട് വാങ്ങിയതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തോ ആകത്തില്ലത്? ശുഭമാകത്തില്ല. തുറന്നു പറയാൻ ഞാൻ, നമ്മുടെ വീടിന് മുറ്റത്ത് വളർത്തി വലുതാക്കിയ ചെടിയുണ്ടല്ലോ, അതുപോലും നേരമണ്ണം വന്നതല്ലെങ്കിൽ അത് കുഴപ്പമാവും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നട്ടതായിരിക്കണമെന്ന് പറയുമ്പോഴും രാത്രിയിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആരും കാണാതെ ഓടിച്ചോണ്ട് ഇങ്ങോട്ട് വെച്ചുകൊണ്ട് വന്നിട്ട് മുറ്റത്ത് കുത്തിയതാണ്. കാരണം ഈ വുമൺസ് ബോർഡിന് ഒരു തത്വശാസ്ത്രമുണ്ട്. എന്തോന്നറിയോ? വുമൺസ് ബോർഡ് എന്ന് പറഞ്ഞാൽ മൊത്തം സഹോദരി വൃന്ദത്തിന് തത്വശാസ്ത്രമുണ്ട്. ചെടി ചോദിച്ചു വാങ്ങിച്ചാൽ പച്ച പിടിക്കത്തില്ല, കട്ടൊടിച്ചു കുത്തണം. ചെടി കട്ടോണ്ട് വന്ന് കുത്തിയാൽ ഓർത്ത് വളരുമെന്ന്. പല വീടിൻ്റെ മുറ്റത്ത് മാർത്ത് നിൽക്കുന്ന പലതും കട്ടൊടിച്ചു കുത്തിയതാണ്. മനസ്സിലായോ? അതിൻ്റെ ചുവട്ടിൽ ആര് വസിക്കുന്നുണ്ട്? അതാണ് കുഴപ്പം. അതുകൊണ്ട് ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരില പോലും വേറെ ആരുടേതുമല്ല, എൻ്റേതാണെന്ന ഉറപ്പുണ്ടെങ്കിൽ പിശാചിന് അവകാശം പറയാനൊന്നുമില്ല.